മനുഷ്യൻ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ശാരീരിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, കുടുംബപരമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം, ഇസ്ലാം ദൈവിക മതം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തരമായ പരിഹാരം. ഇവിടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂടുതൽ പരത്തി പറയേണ്ടുന്ന ആവശ്യമില്ല. നിരവധി വരുന്ന ദുരന്തങ്ങൾ സമൂഹം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലിശയുടെ കെണികളിൽ ആത്മഹത്യകൾ പരിഹാരമായി കാണുന്നവരുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ നിശ്ചിതമായ ശതമാനം നിന്റേതല്ല എന്ന് പഠിപ്പിക്കുന്ന, പാവപ്പെട്ടവൻ്റെ, അഗതികളുടെ, പ്രയാസപ്പെടുന്നവരുടെ, കടബാധ്യതകൾ അനുഭവിക്കുന്നവരുടെ വിഹിതമാണത്, നീ അത് ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന, അത് നൽകാത്തവൻ്റെ കയ്യിൽ നിന്ന് അത് ഭരണകൂടം പിടിച്ചു വാങ്ങണമെന്ന് പഠിപ്പിക്കുന്ന ഈ വ്യവസ്ഥക്കല്ലാതെ മനുഷ്യൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമാകില്ല. അസ്തിത്വ പ്രതിസന്ധിയെ നേരിടുന്നവരാണ് ലോകത്തിന്ന് ബഹുഭൂരിഭാഗം ആളുകൾ. ശാസ്ത്ര സാങ്കേതികതയുടെ പടിഞ്ഞാറൻ ലോകത്ത് ജീവിക്കുമ്പോഴും എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ ലോകരാജ്യങ്ങളിൽ പര്യടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകം, അവരോട് നമുക്കുറക്കെ പറയാൻ സാധിക്കും, ചൂഷണമുക്തമായൊരു വിശ്വാസം, ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കാൻ പഠിപ്പിക്കുന്ന, എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ചൂഷണങ്ങളിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഏകദൈവ വിശ്വാസം, അതാണ് മനുഷ്യൻ്റെ അസ്തിത്വ പ്രതിസന്ധിക്കുള്ള പരിഹാരം.